അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ സൗഹൃദരായ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വാട്സാപ്പ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രാസ്ഥാനികം സെഷനിൽ രണ്ട് ഭാഗങ്ങളിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ വിങ്ങായ വിദ്യാഭ്യാസ ഏജൻസി കൂടിയായ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിച്ചത്. ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത മതഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന വ്യാപ്തി അതിവിശാലമാണ്. വർഷത്തിൽ 230 സാധ്യമായ പ്രവൃത്തി ദിനമാണ് മദ്രസ പ്രസ്ഥാനത്തിൻ്റെ പഠന ദിനമായി ഗണിക്കപ്പെടുന്നത്. ദിവസം 45 മിനിറ്റ് ദൈർഘ്യമുള്ള 3 പീരിയഡുകളാണ് നൽകപ്പെടുന്നത്. ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം ഉൾക്കൊള്ളുന്നതാണ് പ്രവൃത്തി ദിവസമായി ഗണിക്കുന്നതും. അറബി അക്ഷര പഠനം, കർമ്മശാസ്ത്ര പഠനം, വിശ്വാസശാസ്ത്രം, ഖുർആൻ പാരായണ പഠനം, വ്യാഖ്യാന പഠനം, ചരിത്രം, സാമൂഹ്യ സ്വഭാവ സംസ്കരണ പഠനം, അതുപോലെ അറബി ഗ്രാമർ പഠനം എന്നിവയൊക്കെ പാഠ്യവിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അറബി മലയാള ലിപി, കന്നഡ അറബി, അറബി തമിഴ് എന്നിവയും കരിക്കുലത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഉറുദു പുസ്തകങ്ങളും ഏഴാം തരം വരെ ഇപ്പോൾ നിലവിലുണ്ട്. കന്നഡ, ഇംഗ്ലീഷ്, മലയാള ഭാഷാ പുസ്തകങ്ങളും നിലവിലുണ്ട്. അറബി മലയാളം, അറബി മീഡിയയുമാണ് പൊതുവെ നിലവിലുള്ളതെങ്കിലും ശവ്വാൽ മുതൽ റമദാൻ വരെയാണ് ജനറൽ കലണ്ടറായി ഈ മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി നിർണയിച്ചിട്ടുള്ളത്. എന്നാൽ സ്കൂൾ കലണ്ടറായി മദ്രസ പ്രവർത്തിക്കുന്നത് ജൂൺ മുതൽ ഏപ്രിൽ കൂടിയ ദിനങ്ങളിലാണ്. സേവന ദിനം, പ്രാർത്ഥനാ ദിനം തുടങ്ങിയ തസ്കിയത്ത്, ദിക്ർ എന്നിവയും കരിക്കുലത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നു. ഓരോ വർഷത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സേവനം ചെയ്ത് മരണപ്പെട്ടുപോയ മഹാരഥന്മാരായ ആളുകളും നമ്മുടെ നാടുകളിലും മഹല്ലത്തുകളിലും ദീനി ദഅവ രംഗത്ത് പ്രവർത്തിച്ച് മരണപ്പെട്ടുപോയ ഉലമ ഉമറാക്കളും സാധാരണക്കാരുമായ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു അസുലഭ മുഹൂർത്തം, ഒരു സാഹചര്യം ഓരോ വർഷത്തിലും പ്രാർത്ഥനാ ദിനമായി മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് മഹാനായ മർഹൂം ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകളായിരുന്നു. തൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വളരെ ചരിത്രപ്രധാനമായ ഒരു നിയോഗമെന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് നമ്മുടെ മരണപ്പെട്ടുപോയ മഹാരഥന്മാരൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് മദ്രസകളിലെ 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു ദുആ നടത്തേണ്ടതുണ്ട്, അതിനൊരു ഡേറ്റ് കാണണം എന്ന് പറഞ്ഞ് പിരിയുകയും ആ യോഗത്തിന് ശേഷം ആദ്യമായി വരുന്ന പ്രാർത്ഥനാ ദിനത്തിൽ സ്വന്തം ആ പ്രാർത്ഥന ഏറ്റുവാങ്ങാൻ മാത്രം കറാമത്ത് പ്രകടിപ്പിച്ച മഹാനാണ് ശംസുൽ ഉലമ. ഏതായാലും എല്ലാ വർഷങ്ങളിലും ഇത് നടന്നു വരികയാണ്. അതുപോലെ സംഘബോധം ഉണർത്തുന്നതിനും കരിക്കുലത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മദ്രസയിലുള്ള നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 5ാം തരം വരെ ലോവർ പ്രൈമറി എന്നും 7 വരെ അപ്പർ പ്രൈമറി എന്നും 10ാം തരം സെക്കൻഡറി, +2 ഹയർ സെക്കൻഡറി എന്നിങ്ങനെ പഠനശാലകൾ വിഭജിച്ചിരിക്കുകയാണ്. ലോവർ, ഹയർ സെക്കൻഡറി എന്നീ അധ്യാപക കോഴ്സുകളും ട്രെയിനിങ്, ഹിസ്ബ് എന്നീ പ്രത്യേക കോഴ്സുകളും ലിഖിത പരിജ്ഞാന കോഴ്സും ഇൻ സർവീസ് കോഴ്സ് എന്നിവയും 410 റേഞ്ചുകളിലായി നടന്നു വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം സ്കൂൾ കലണ്ടർ പ്രകാരം നടന്ന 2015 വർഷത്തെ പൊതുപരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നതായി സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിൻ്റെ സൈറ്റിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയാണ്. 2015 95.42% വിജയം റാങ്കുകൾ അധികവും പെൺകുട്ടികൾക്ക് എന്നാണ് സൈറ്റ് പരിചയപ്പെടുത്തുന്നത്. അതിൽ പറയുന്നു, 5, 7, 10, +2 ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്ത 11,547 വിദ്യാർത്ഥികളിൽ 11,284 പേർ പരീക്ഷയ്ക്കിരുന്നതിൽ 10,767 പേർ വിജയിച്ചു.
എന്ന് പറഞ്ഞാൽ 95.42%. കേരളം, കർണാടക, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ, അന്തമാൻ ദ്വീപ് എന്നിവിടങ്ങളിൽ 200 സെന്ററുകളിൽ വെച്ചാണ് ഈ പരീക്ഷ നടന്നത്. 5ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്കിരുന്ന 6012 പേരിൽ 5556 പേർ പാസ്സായി. എന്നാൽ അത് 92.42% ആ വിജയത്തിന്റെ തോത്. ഈ തരത്തിൽ വളരെ കാൽക്കുലേഷൻ ചെയ്ത് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസകളും പഠിക്കുന്ന പഠിതാക്കളായ കുട്ടികളുടെ എണ്ണവും അധ്യാപകരുടെ എണ്ണവും റേഞ്ചിൻ്റെ എണ്ണവും അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി നിലവിൽ നിയുക്തമാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഈ തരത്തിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം സുതാര്യമായ നിലയിൽ അതിൻ്റെ സൈറ്റുകളിലും അത് പരിചയപ്പെടുത്തുന്ന ഇടങ്ങളിലുമൊക്കെ വളരെ വ്യക്തമായി കണക്കുകൾ നമ്മൾ ബോധിപ്പിക്കുകയാണ്. വളരെ ആധികാരികമായ കണക്കുകൾ രേഖപ്പെടുത്തപ്പെട്ട എല്ലാവർക്കും മാതൃകാപരമായി ലോകത്തിന് തന്നെ സവിശേഷമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ എത്രമേൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാലും പൂർത്തീകരിക്കാൻ കഴിയാത്ത വണ്ണം അല്ലെങ്കിൽ അതിവിശാലമായി കിടക്കുന്ന ഒരു അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.